നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 3 ചൊവ്വാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സംസാരത്തിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുള്ള ദിവസമാണിത്. പങ്കാളിക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. തൊഴിൽ ക്ലേശങ്ങളും ഈശ്വര വിശ്വാസക്കുറവും മനസ്സിനെ അലട്ടാൻ ഇടയുള്ളതിനാൽ പ്രാർത്ഥനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം. രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. നൽകിയ വാഗ്ദാനങ്ങളും വ്യവസ്ഥകളും പാലിക്കാൻ കഠിനമായി പ്രയത്നിക്കേണ്ടി വരും. അപരിചിതമായ മേഖലകളിൽ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണം. കാര്യങ്ങളിൽ തടസ്സങ്ങളും ഉദരസംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ജാഗ്രത പുലർത്തുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം. തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സഹോദരങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്ന ദിവസമാണിത്. ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും സജീവമായി പങ്കെടുക്കാൻ സാധിക്കും. സാമ്പത്തികമായ അനിശ്ചിതാവസ്ഥകൾ പരിഹരിക്കപ്പെടുകയും കോടതി കേസുകളിൽ അനുകൂല വിധി ഉണ്ടാകുകയും ചെയ്യും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം. പൂയം ആയില്യം. അന്യദേശവാസത്തിനും ജോലിക്കുള്ള അവസരങ്ങൾ തെളിഞ്ഞുവരും. മാനസികമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും ആത്മവിശ്വാസത്തോടെ അവയെ അതിജീവിക്കാൻ സാധിക്കും. ജാതകത്തിൽ ചൊവ്വ ബലവാനായി നിൽക്കുന്നവർ വിശേഷപ്പെട്ട ഗുണഫലങ്ങൾ ലഭിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കർമ്മരംഗത്ത് മികച്ച പുരോഗതി ദൃശ്യമാകുന്ന ദിവസമാണിത്. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ വലിയ അവസരങ്ങൾ തേടിയെത്തും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സാമ്പത്തിക ലാഭം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം. അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പാലിക്കണം. അല്ലാത്ത പക്ഷം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാനിടയുണ്ട്. സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം. ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ അവയ്ക്ക് നേതൃത്വം നൽകാനോ ഉള്ള സാഹചര്യം ഉണ്ടാകും. കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും പ്രീതി ലഭിക്കും. മനസ്സിന് സന്തോഷവും ധനനേട്ടവും തൊഴിൽ വിജയവും പ്രതീക്ഷിക്കാവുന്ന ശുഭദിനമാണിത്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം. അനിഴം തൃക്കേട്ട. രാഷ്ട്രീയ കലാ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ വളർച്ച അനുഭവപ്പെടുന്ന ദിവസമാണിത്. സർക്കാർ മേഖലകളിലുള്ളവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. പൊതുരംഗത്ത് പേരും പ്രശസ്തിയും വർദ്ധിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകാൻ അനുകൂലമായ സമയമാണ്. എന്നാൽ ചിലർക്ക് കാര്യതടസ്സങ്ങൾ, മനോദുഃഖം, അലച്ചിൽ എന്നിവ നേരിടേണ്ടി വന്നേക്കാം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അനാവശ്യ ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ഉചിതമായിരിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം. തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഭൂമി സംബന്ധമായ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ലഹരി വസ്തുക്കളോടുള്ള ആസക്തി ഒഴിവാക്കുക. കുടുംബാംഗങ്ങളുമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സംശയരോഗങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ ബന്ധങ്ങളിൽ സുതാര്യത പുലർത്തുക. കാര്യതടസ്സവും യാത്രാക്ലേശവും അനുഭവപ്പെട്ടേക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം. ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ജോലിസ്ഥലത്ത് മേലധികാരികളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. പൂർണ്ണ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരം ഉണ്ടാകും. പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതിനൊപ്പം രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും ശാരീരിക ചൈതന്യം വർദ്ധിപ്പിക്കാനും സാധിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം. ഉത്രിട്ടാതി രേവതി. തൊഴിൽ വിജയവും മികച്ച ധനയോഗവും ഈ ദിവസത്തെ സവിശേഷതകളാണ്. ദമ്പതികൾക്കിടയിൽ മികച്ച ഐക്യം നിലനിൽക്കും. കാര്യവിജയം, ഭക്ഷണസുഖം, ശത്രുഹാനി എന്നിവയും ആരോഗ്യരംഗത്ത് മികച്ച പുരോഗതിയും പ്രതീക്ഷിക്കാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.